അട്ടപ്പാടിയിലേക്ക് ഒരു യാത്ര പോയപ്പോൾ നമ്മുടെ അബ്ബണ്ണൂർ കുറച്ച് ഉയർന്ന പ്രദേശമാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി കറങ്ങി വരുന്ന സമയത്താണ് ഈ ഒരു നെല്ലിക്ക മരം നമ്മുടെ കണ്ണിൽ പെടുന്നത്. ഒന്നൊന്നുമല്ല, ഇവിടെ ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു 5-6 മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പിറകിലൊക്കെ മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഏതോ ഒരു വളപ്പിൽ നിൽക്കുന്ന ഒരു നെല്ലിമരമാണ്. അപ്പോൾ ഒരു കൗതുകം കൊണ്ട് ഇതേപോലെ നമ്മൾ വണ്ടി നിർത്തി. പക്ഷേ നെല്ലിക്ക പാകമായിട്ടില്ല കേട്ടോ. പാകമായി വരുന്നതേ ഉള്ളൂ. ചെറിയ നെല്ലിക്കയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതിന് ഒരു ചവർപ്പാണ്. നമ്മൾ വെറുതെ കുറച്ചെണ്ണം എടുത്തിട്ട് രുചിച്ച് നോക്കി. അവിടെ ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമായിട്ട് തോന്നിയില്ല. കാരണം ഇഷ്ടംപോലെ നെല്ലിക്ക അവിടെ നിൽക്കുന്നുണ്ട്. ആളുകൾക്ക് വലിയ താല്പര്യമുള്ളതായിട്ടൊന്നും തോന്നിയില്ല. എന്തായാലും ഈ നെല്ലിക്ക ഒരുപാട് ഗുണഗണങ്ങളുള്ളൊരു സംഗതിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം അല്ലേ. നെല്ലിക്ക നമ്മൾ അച്ചാറായിട്ടും ഉപ്പിലിട്ടതായിട്ടും ഒക്കെ ഭക്ഷണത്തിൻ്റെ കൂടെയും അല്ലാതെയും തനിച്ചും ഒക്കെ വാങ്ങിക്കഴിക്കാറില്ലേ. ഇതേപോലെ വല്ല വിനോദ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും ആ വലിയ ഭരണിയിലിട്ട് വെച്ച നെല്ലിക്കയെ എല്ലാവരും നോക്കി വെള്ളമിറക്കാറില്ലേ, സത്യമല്ലേ? അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക, ഇതിന് ഒരുപാട് എന്താ പറയുക ആരോഗ്യ ഗുണങ്ങൾ കൂടി ഉണ്ടെന്നുള്ളതാണ് സത്യം. ഈ വൈറ്റമിൻ സിയുടെ കലവറയാണത്രേ. ഒരു ഓറഞ്ചിലുള്ളതിനേക്കാൾ 20 മടങ്ങോ മറ്റോ വൈറ്റമിൻ സി യഥാർത്ഥത്തിൽ നെല്ലിക്കയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് പഠനങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഈ എന്താ പറയുക, നമ്മുടെ എന്താണ് മുടിയുടെ തിളക്കം കൂട്ടാൻ, അതേപോലെ മുടിക്ക് കറുപ്പ് നിറം കൂട്ടാൻ വേണ്ടി, അങ്ങനെ ഒരുപാട് ശാരീരികമായിട്ടുള്ളതും സൗന്ദര്യപരമായിട്ടുമുള്ള ഒരുപാട് കാരണങ്ങൾ നെല്ലിക്ക ഉപയോഗത്തിനുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഇഷ്ടംപോലെ നാരുകളുണ്ട് അത്ര കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാരുകളുള്ള ഒരു വസ്തു നമ്മുടെ വയറ്റിനകത്ത് ചെന്നാൽ നല്ല എന്താ പറയുക, വയറിന് ശുദ്ധമായ ശോധന ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ആ നെല്ലിമരത്തിൻ്റെ ചോട്ടിൽ നിന്ന് കുറേ നേരം തിരിഞ്ഞ് കളിച്ചു. അവിടെ ഒരു പട്ടിക്കുട്ടൻ വന്നിട്ട് ഇങ്ങനെ തിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ വയറൊക്കെ ഒട്ടിയിരിക്കുന്നൊരവസ്ഥയാണ്. എന്തോ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കുമെന്ന് കരുതി. സാധാരണ വണ്ടിക്കകത്ത് ഒരു ബാഗൊക്കെ ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മൾ മിഠായി ആണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. വണ്ടിക്കൊരു ബാഗ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ബൈക്കായിരുന്നു എന്തായാലും.